Hi friends, welcome back to MeenusTasteofhome. ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അരി അരയ്ക്കാതെയും അതുപോലെ കപ്പി കാച്ചാതെയും തയ്യാറാക്കാൻ പറ്റുന്ന അരിപ്പൊടി കൊണ്ടുള്ളൊരു അപ്പം. എങ്ങനെയാണ് വെള്ളയപ്പം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസ് നോക്കാം. ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മിക്സറിന്റെ ജാറിലേക്ക് വൈറ്റ് റൈസ് ആണ് വേണ്ടത്. ഒന്നുകിൽ ജയ അരിയോ ഡൊപ്പിയരി വേവിച്ചതോ എടുക്കാം. ഇപ്പൊ ഇവിടെ ഞാൻ 1.5 കപ്പ് ഡൊപ്പിയരി വേവിച്ചതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണോ മെഷർ ചെയ്യുന്നത് ആ സെയിം കപ്പ് തന്നെ ആയിരിക്കണം അരിപ്പൊടി മെഷർ ചെയ്യേണ്ടത്. റൈസ് മെഷർ ചെയ്തിട്ടുള്ള സെയിം കപ്പിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ചേർക്കാം. 1 കപ്പ് ഇതുപോലെയുള്ള 2 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അപ്പം ഇടിയപ്പം ഒക്കെ തയ്യാറാക്കാവുന്ന അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 2.5 കപ്പോളാണ് ആവശ്യമായിട്ടുള്ളത്. ഇതുപോലെ ലെവൽ ചെയ്തിട്ടുള്ള 2.5 കപ്പ്. അതും ഈ മിക്സറിന്റെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആണ്. ഇതിനോടൊപ്പം 1/2 ടീസ്പൂൺ ഈസ്റ്റ്. ഇപ്പോൾ ബോൾ ടൈപ്പ് ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി ഈ ബാറ്റർ നമുക്കൊരു പാത്രത്തിലേക്ക് പകർത്താം. നല്ല തിക്കായിട്ടാണ് ഈ ഒരു ബാറ്റർ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് പുളിച്ചു വരുമ്പോൾ ഇച്ചിരിയൂടെ ഒന്ന് ലൂസ് ആവും. ഇനി നമുക്കിതൊരു 4 മണിക്കൂർ നന്നായിട്ട് ഫെർമെന്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഏകദേശം 5 മണിക്കൂർ കഴിഞ്ഞു. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ബാറ്റർ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കൊരു സ്പാറ്റുല യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ദാ ഇതുപോലെ നല്ല ഒരു ബബിൾസ് എല്ലാം വന്നിട്ടുണ്ട്. മാവ് ചെറുതായിട്ട് പുളിച്ചാൽ മതി, ഓവറായിട്ട് പുളിക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി ഇത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. നമുക്കിത് കൂടുതൽ ചേർക്കും തോറും അത്രയും ആ ഒരു അപ്പത്തിന് ടേസ്റ്റ് കിട്ടും. അപ്പം ഞാനിപ്പോൾ ഇവിടെ 1 കപ്പാണ് ചേർക്കുന്നത്. മിക്സറിൻ്റെ ആ ഒരു ചെറിയ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. തേങ്ങ ചെറുതായിട്ടൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതുപോലെ ചെറുതായിട്ട് മാത്രമാണ് ഒതുക്കി എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒത്തിരി ഫൈനായിട്ട് അരച്ചെടുക്കരുത്, ഒരു തരിതരിപ്പോട് കൂടി അരച്ചെടുക്കുക. അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒത്തിരി ഫൈനും അല്ല, എന്നാൽ ചെറുതായിട്ട് ഇങ്ങനെ തരിതരിപ്പോട് കൂടി ഈ ഒരു രീതിക്ക് അരച്ചെടുക്കുക. ഇനി നമുക്ക് ഈ ബാറ്ററിലേക്ക് ആ തേങ്ങ അരച്ചതും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ ബാറ്ററും ഈ ഒരു തേങ്ങ അരച്ച കൂട്ടും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഞാനിപ്പോൾ 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഈ ഒരു തേങ്ങാക്കൂട്ട് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ബാറ്ററിന്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഉപ്പെല്ലാം പാകത്തിനുണ്ടോ എന്ന് നോക്കാം. ഇതിലേക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വളരെ കുറച്ച് മാത്രമാണ് ചേർക്കുന്നത്. പഞ്ചസാര ചേർത്താലാണ് ആ കറക്റ്റ് ഒരു അപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൂടുതൽ ചേർക്കുക. ഇപ്പോൾ അപ്പത്തിന് വേണ്ടിയുള്ള ഒരു ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. പാൻ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്കിനി കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഓരോ ലാഡിൽ ബാറ്ററായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് എയർ ബബിൾസ് ഇതുപോലെ പൊങ്ങി വരും. നമ്മളിത് പരത്തേണ്ട ആവശ്യമില്ല. ഇതിന്റെ എഡ്ജസ് എല്ലാം ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിനി ഇതിനെ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു 10 സെക്കൻഡും കൂടെ വേവിച്ചാൽ മതിയാകും. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് പകർത്താം. ഇതിന്റെ കളർ ചേഞ്ച് ആവാതെ വേണം ഈ അപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട്. അതുപോലെ ബാക്കിയുള്ള എല്ലാ വെള്ളയപ്പവും നമുക്കൊന്ന് ചുട്ടെടുക്കാം. അങ്ങനെ വെള്ളയപ്പം ഇവിടെ റെഡിയാണ്. ഇതിന്റെ കോമ്പിനേഷനായിട്ട് ഞാൻ മുട്ടക്കറിയാണ് സെർവ് ചെയ്യുന്നത്. നമുക്കിതിന്റെ ഉൾവശം ഒന്ന് കാണാം.
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പമാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.